നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ബ്രസീൽ 2-1 ജപ്പാനെ തോൽപ്പിച്ച മത്സരത്തിൽ നെയ്മർ ജൂനിയർ കാർലോ അഞ്ചലോട്ടി കളിക്കളത്തിലേക്ക് വിട്ടില്ല. എന്തുകൊണ്ട് നെയ്മറെ കളിപ്പിച്ചില്ല? നെയ്മർ ആരാധകരുടെ ചോദ്യമാണ്. എക്സിലൊക്കെ കാർലോ അഞ്ചലോട്ടി ലയർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ക്യാമ്പയിൻ നടത്തുന്നവരെ കണ്ടു. വലിയ അത്ഭുതം തോന്നി. നെയ്മറെ കളിപ്പിക്കുക എന്നതല്ലല്ലോ ലക്ഷ്യം. ടീം ജയിക്കുക, മുന്നോട്ട് പോവുക എന്നതാണ്. അപ്പോൾ അഞ്ചലോട്ടിക്ക് കൃത്യമായ വിശദീകരണമുണ്ട് എന്തുകൊണ്ടാണ് നെയ്മറെ കളിപ്പിക്കാതിരുന്നത്. ഏതായാലും അദ്ദേഹം കളിക്ക് ശേഷം ആ കാര്യത്തിലൊരു വിശദീകരണം തന്നു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: നെയ്മർ ജൂനിയർ എക്സ്ട്രാ ടൈമിന് വേണ്ടി ഞാൻ കാത്തുവച്ചതായിരുന്നു. ഞാൻ നെയ്മറോട് അക്കാര്യം സംസാരിക്കുകയും ചെയ്തിരുന്നു. നമ്മൾ സമനില പിടിച്ചില്ലായിരുന്നെങ്കിൽ, അതായത് കളി ഒരു 60 മിനിറ്റൊക്കെ ആയിട്ടും സമനില പിടിച്ചില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നെയ്മർ ജൂനിയറെ കളിക്കളത്തിലേക്ക് ഇറക്കുമായിരുന്നു. പക്ഷെ നമ്മൾ സമനില പിടിച്ചു. അപ്പോൾ അങ്ങനെ നിൽക്കുന്നൊരു ഘട്ടത്തിൽ നമ്മൾ പിന്നീട് മുന്നോട്ട് പോയിട്ട് എക്സ്ട്രാ ടൈം വരികയാണെങ്കിൽ നെയ്മർ ഇറക്കുക എന്നതാണ് ഉദ്ദേശിച്ചത്. അല്ലാതെ ടീമിൻ്റെ ഷേപ്പ് മാറ്റുക, അപ്പോഴുള്ള ഷേപ്പ് മാറ്റുക എന്നുള്ളത് സാധിക്കുന്ന കാര്യമായിരുന്നില്ല. ടീമിനെ അതേപോലെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് വേണ്ടിയിരുന്നത്. ആ സമയത്ത് നമ്മൾ മത്സരം കൺട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഈ കാര്യം ഞാൻ നെയ്മറോട് സംസാരിച്ചതാണ്. ഞാൻ നെയ്മറോട് അദ്ദേഹത്തെ കളിക്കളത്തിലേക്ക് ഇറക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചാണ്. അതിനുശേഷം നെയ്മറോട് പറഞ്ഞു ഒരു 60 മിനിറ്റ്, അതിനൊക്കെ ശേഷം നമ്മൾ സ്റ്റിൽ പുറകിലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കളിക്കളത്തിലേക്ക് ഇറക്കും. ഇതാണ് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നത്. പക്ഷേ നമ്മൾ ആ സമയത്ത് തന്നെ അദ്ദേഹത്തെ സമനിലയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ എക്സ്ട്രാ ടൈമിലേക്ക് ഇറക്കുന്നതിനെക്കുറിച്ചും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പരിഗണിച്ചതുമായിരുന്നു. നെയ്മർ നല്ല ഷേപ്പിൽ തന്നെയാണ്, അദ്ദേഹം റെഡി തന്നെയാണ്. പക്ഷേ ആഫ്റ്റർ ദി ഗോൾ വി സ്കോർഡ്, നമ്മളൊപ്പം പിടിച്ചതോടുകൂടി കാര്യങ്ങളെല്ലാം വളരെ ക്ലിയറായി. നെയ്മർക്കും ഇതിനെക്കുറിച്ചൊക്കെ ധാരണയുണ്ട് എന്നാണ് ആഞ്ചലോട്ടി പറഞ്ഞത്. ഇതാണ് കൃത്യമായിട്ടുള്ള കാര്യം. ബ്രസീൽ ഒന്നുകിൽ നല്ല ഒരു കംഫേർട്ടിൽ 3 ഗോളിനൊക്കെ ലീഡ് എടുക്കുകയാണെങ്കിൽ നെയ്മർ ഇറക്കുമായിരുന്നു. അതല്ല 1-1 സമനില എന്നതാണെങ്കിൽ പിന്നെ എക്സ്ട്രാ ടൈമിലേക്ക് പോവുക, അവിടെ നെയ്മർ ആവശ്യമുണ്ട്, അപ്പം ഇറക്കുക എന്നുള്ളതാണ്. ഇനി അതല്ല ബ്രസീൽ 1-0 പുറകിൽ ഒരു 60-70 മിനിറ്റൊക്കെ ആണെങ്കിൽ പിന്നെ ഗോൾ അടിക്കാൻ ഒരു ക്രിയേറ്റിവിറ്റി വേണം. അത്തരം സമയത്ത് നെയ്മർ ഇറക്കാം. അതല്ലാതെ നിൽക്കുന്ന സമയത്ത് നെയ്മർ ഇറക്കി ടീമിൻ്റെ ഷേപ്പ് കളയാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് കൃത്യമായിട്ട് ചെയ്യേണ്ടത്. അത് ആഞ്ചലോട്ടി ചെയ്തു. വൈകാരികമായിട്ട് നമ്മൾ ഫാൻസ് ചിന്തിക്കുന്ന പോലെയല്ലല്ലോ. ആഞ്ചലോട്ടിക്ക് ടീമിനെ ജയിപ്പിക്കുകയല്ലേ വേണ്ടത്. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.